അഅ്ളമുൽ-അയ്യാം, ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും മഹോന്നതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് പോയി. പലർക്കും പല കാരണങ്ങളാൽ ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. പലരും പണമടച്ചു, പക്ഷേ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് തടസ്സമുണ്ടായി. അതുപോലെ പലർക്കും ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷേ സാമ്പത്തികം സഹകരിച്ചില്ല. ചിലർക്ക് ഹജ്ജിന് പോകാൻ പൂതിയും ആഗ്രഹവും ഉണ്ടായി, പക്ഷെ പണമില്ല. അങ്ങനെ പലരും ഹജ്ജിന് പോകാത്തവരും പലരും പോയവരുമാണ്. പോയവരിൽ പലരും അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി റബ്ബിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. ആ പോകാൻ കഴിയാത്ത ആളുകൾ ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് അള്ളാഹു ഹജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കും. ഹജ്ജിന് പണം അടക്കാൻ നിയ്യത്ത് വെച്ചു, അതിനൊരുങ്ങി, അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നടത്തി, പക്ഷേ നിയമം അനുവദിച്ചില്ല. എങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു ഹജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം, റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്തുള്ള ഒരു സംഭവം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം എന്നറിയാം? റജഅനാ മിൻ ഗസ്വത്തി തബൂക്ക്, ഞങ്ങൾ മാൻ നബി നബിയോടൊപ്പം ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുകയാണ്. യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ് നബിയും സഹാബത്തും. ഫഖാല, അപ്പോൾ റസൂൽ വഴിയിൽ വെച്ച് പറഞ്ഞു, ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീന, കുറച്ച് ആളുകൾ മദീനയിൽ നമ്മുടെ പിന്നിലുണ്ട്, ഈ യുദ്ധത്തിന് വരാൻ കഴിയാത്ത. എന്താ കാരണം? ഹബസഹുമുൽ ഉദർ, അവർക്ക് പ്രതിബന്ധമാണ് അവരെ തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് മാ സലക്ന ഷേബൻ വലാ വാദിയൻ, നമ്മൾ ഒരു താഴ്വരയും ഒരു മലമടക്കും മുറിച്ചു കടക്കുന്നില്ല. ഇല്ലാ വഹും മായന, അവർ നമ്മളുടെ കൂടെ ഇല്ലാതെ. ആര്? മദീനത്ത് തടസ്സപ്പെട്ട് നിൽക്കുന്ന ആളുകളില്ലാതെ നമ്മൾ യാത്ര പോകുന്നില്ല. എന്നിട്ട് റസൂല പറയാം, ഇല്ലാ ശരീക്കൂക്കും ഫിൽ അജ്ർ, അവർ പ്രതിഫലത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളികളാണ്. എന്ത് മനസ്സിലായി? പോകാൻ കഴിയാത്ത ആളുകൾ, പണമടച്ചു കിട്ടിയില്ല. വേറെ ചില ആളുകൾക്ക് പണമടച്ചു, പക്ഷെ രോഗികളായി. ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട്, ഒരു സങ്കടവും വേണ്ട. അതാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഇപ്പം പരിശുദ്ധമായ നാളുകളിൽ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം ബോധം പോലുമില്ലാതെ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്, അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് നമ്മളോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഈ അറഫാ ദിനത്തിൽ അള്ളാഹു നരകത്തിൽ പ്രവേശിക്കാൻ അവകാശപ്പെട്ട ചിലരെ നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കുന്ന നാളുകളാണ് അറഫാ ദിനം, കേട്ടോ. അപ്പം അത് ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരന്മാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് വിശുദ്ധ ഖുർആന്റെ അവതരണം കുറിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാനിന് സമാപനം കുറിച്ച ദിവസമാണ്, മാസമാണ് ദുൽഹിജ്ജ, ദിവസമാണ് അറഫ. ഖുർആന്റെ സമാപനം കുറിച്ച ദിവസം അറഫ, ദുൽഹിജ്ജ മാസത്തിലെ. അതിന് അവതരണം കുറിച്ച മാസം പരിശുദ്ധ റമദാൻ. അപ്പോൾ ഖുർആന്റെ സമാപനം കുറിച്ച മാസത്തിലാണ് ഇപ്പം നമ്മളുള്ളത്, കേട്ടോ. ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യം റസൂലുള്ള പറഞ്ഞു, മാമിൻ അബ്ദിൻ അക്സറ മിൻ അൻ യുഅ്തഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി യൗമ അറഫ. യൗമ അറഫ ദിവസം അള്ളാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന അത്ര ഒരു കാലഘട്ടത്തിൽ മോചിപ്പിക്കൂല, ഇന്നത്തെ ദിവസം. ഇനി യൗമ അറഫ എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മളിപ്പോൾ നോമ്പിലാണല്ലോ ഇപ്പോൾ ഉള്ളത്, നമ്മൾ നോമ്പിലാണ്. പക്ഷെ അറഫ ദിവസം ആജിമാർക്ക് എന്തില്ല? നോമ്പില്ല. അത് പഠിക്കേണ്ട കാര്യമാണ്. അതിനെക്കൊണ്ട് അവരോട്
ടൈപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നോമ്പല്ലത്. ചില ആൾക്കാർ മനസ്സിലാക്കുന്നത് അവരോട് ഒരു ടൈപ്പാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനല്ല. ഹജ്ജിന് പോകാത്തവർക്ക് ഇവിടെ നോമ്പുണ്ടാവും, ഹജ്ജിന് പോയവർക്ക് അവിടെ നോമ്പില്ല. ഒരു അറഫയിൽ ഓർക്ക് തിന്നുന്ന ദിവസമാണ്, ഓർക്ക് ഈദാ. അറഫ ദിവസം ഓർക്ക് ഭക്ഷണം കഴിക്കുന്ന ദിവസമാണ്. യൗമുൻ നെഹ്ർ വലിയ ദിവസം, യൗമു അറഫ, യൗം അയ്യാമു തശ്രീഖ്, ഇതെല്ലാം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ദിവസമാണ്. നമുക്കും അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് അറഫ ദിവസം നോമ്പാണ് അല്ലേ? അത് ദുൽഹിജ്ജ 9-നാണ് റസൂൽ അനുഷ്ഠിച്ചത്. കാന യസൂമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിസ്അ ദുൽഹിജ്ജ. അത് പ്രത്യേകം പറയുന്നുണ്ട്, 9-നാണ് ദുൽഹിജ്ജ 9. അതിപ്പോൾ സാധാരണഗതിയിൽ ബുദ്ധിപരമായി പറയുന്ന ആളുകൾ കാലഘട്ടം മാറിയില്ലേ, ഒരുപാട് സംവിധാനങ്ങൾ വന്നില്ലേ, അതുകൊണ്ട് നമുക്ക് അവിടെ അറഫ എന്നാൽ നമുക്കറിയില്ലേ, അപ്പം നമുക്ക് നോറ്റൂടെ നമുക്ക് പറഞ്ഞു നോക്കൂ. അത് അഖിലിയ ബുദ്ധിപരമായ ഒരു തെളിവാണ് അവർ പറയുന്നത്. പ്രമാണബദ്ധമായി സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ നാട്ടിലെ ദുൽഹിജ്ജ 9-നാണ്. ഈ തർക്കമൊന്നും വേണ്ട. ഓല് നോറ്റത് ഹറാമാണെന്നോ നമ്മൾ നോറ്റത് ഹറാമാണെന്നോ പറയേണ്ട ആവശ്യമില്ല. അത് തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ പൊതുവെ ഒരു തർക്കം ഉണ്ടാക്കലാണല്ലോ മനുഷ്യൻ്റെ പണി. അത് നിങ്ങൾ നോക്കേണ്ടി. എല്ലാ കൊല്ലവും ഒരു തർക്കം ഉണ്ടാക്കും. അതിന് ചെറിയ നാളായാലും ഉണ്ടാവും, വലിയ നാളായാലും ഉണ്ടാവും. മറ്റ് ഇബാദത്തുകൾക്കൊന്നും തർക്കമില്ല. ഇവിടെ എത്തുമ്പോൾ ഒരു തർക്കമായിട്ട് വരും. കാരണം ബുദ്ധിജീവികളാണ് അവർ. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് നഖ്ലിയാണ്, ഒന്ന് അഖ്ലിയാണ്. നഖ്ലിയ എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധമായി ചിന്തിക്കുമ്പോൾ റസൂലുള്ള ദുൽഹിജ്ജ 9-നാണ് നോമ്പ് നോറ്റിട്ടുള്ളത്. അപ്പോൾ നേരെ മറിച്ച് അഖ്ലിയാണെങ്കിലോ ബുദ്ധിപരമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഇൽമുല്ലാസരിയ കാലഘട്ട വിജ്ഞാനം നുകർന്നുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് നോക്കാം, വിരമല്ല. പക്ഷേ മുൻഗാമികളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വഫാത്തായിട്ടുണ്ട്. അവരൊക്കെ നോമ്പ് പറ്റപ്പോഴാണ് ദുൽഹിജ്ജ 9-നാണ്. അവരുടെയൊക്കെ നോമ്പ് അള്ളാഹു സ്വീകരിക്കണക്കോ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? യമുക്ക് യൗമു അറഫ ഇന്നിവിടെയാണ്. ഇപ്പം നോക്കിങ്ങൾ തിരുവനന്തപുരം ഇപ്പം ബാങ്ക് കൊടുത്തില്ല. 5 മിനിറ്റ് 6 മിനിറ്റ് വ്യത്യാസത്തിലാണ് ബാങ്ക് കൊടുക്കുന്നത്. വേറെ അവിടെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ടൈമാവണം, അപ്പോഴവിടെ നിസ്കരിക്കാൻ പറ്റുമോ? മനസ്സിലായോ? അതെല്ലാ കാര്യങ്ങളിലും ഈ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനായിട്ട് സംഘടനകളുമുണ്ട് മനുഷ്യന്മാരുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്താൻ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ ദിവസം നല്ലൊരു നിയ്യത്ത് വെച്ചോളി. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആളുകളെ നരകത്തിന് രക്ഷപ്പെടുന്ന ദിവസമാണ്. എന്ന് മാത്രമല്ല, സിയാമു യൗമു അറഫ ദിവസത്തിലെ നോമ്പ് റസൂൽ പറയണം, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹ വ സനത്തല്ലത്തി ബഅദഹ. ഒരു വർഷം മുമ്പുള്ളതും ഒരു വർഷം ശേഷമുള്ളതുമായ നമ്മളുടെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ പുറത്തു കിട്ടുന്നത് നോമ്പാ. അത് വെറുതെ പോക്കണ്ട. വലിയ അനുഗ്രഹീതമായ ദിവസമല്ലേ, അത് തർക്കിച്ച് പോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഒരുപാട് ദുആ ചെയ്യണം. അഫ്ളലു ദുആ, നിങ്ങൾ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തിലെ ദുആയാണ്. അത് അവിടുത്തെ നല്ല ഇവിടുത്താ പറഞ്ഞത്. നിങ്ങൾ അപ്പോഴേക്കും അങ്ങോട്ട് പായണ്ട. നമ്മൾ അവിടുത്തെ കണക്കിനല്ല ഒരു കാര്യം ചെയ്യുന്നത്, ഇവിടുത്തെ കണക്കിനാണ് അല്ലേ? അവിടുത്തെ കണക്കിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടാണ് റസൂൽ എന്ന് പറഞ്ഞത്. കാന യസൂമു, അദ്ദേഹം റസൂൽ നോമ്പ് നോറ്റു എപ്പം? തിസ്അ ദുൽഹിജ്ജ. എന്നാൽ യൗമു അറഫ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അത് റസൂലൊക്കെ അറിയില്ലേ? അറബി അറിയിട്ടാണ്. തിസ്അ ദുൽഹിജ്ജ ആണ്, ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പ്രമാണത്തിൻ്റെ പിൻബലട്ടാവും. ബുദ്ധിപരമായി പറയുമ്പോൾ നമുക്ക് അവിടെ അറിയില്ലേ, ഓലൊക്കെ അവിടെ കാണുന്നില്ലേ, നമ്മളെ കുടുംബക്കാരും നമ്മളെ മക്കളൊക്കെ ഓൽക്കൊക്കെ ഇന്ന് പെരുന്നാളാണ്, നമുക്കിന്ന് അറഫയാണെന്ന് കണ്ട് അങ്ങനെ ചർച്ച ചെയ്യുക. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ലോറിസ്കരിക്കുമ്പോൾ ലോറിസ്കരിക്കില്ലല്ലോ. നമ്മൾ പറഞ്ഞു തന്നിട്ട് 5 വക്ത് നിസ്കാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പകരം എന്ത് ചെയ്യാറിയോ, നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുക. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ മറിച്ചിടുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു ജനാസൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മയ്യത്തിൻ്റെ കൂടെ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ, ഞങ്ങൾ നബിയോടൊപ്പം ഒരു ജനാസയുടെ ഉണ്ടായിരുന്നു. ഫ ജലസ അലാ ഷഫീൽ ഖബർ, അപ്പോൾ ഞങ്ങൾ
ഒരു ഖബറിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഖബറിൻ്റെ അടുത്ത് ഞങ്ങൾ റസൂല ഇരുന്നിട്ട് ബക്ക റസൂല കരഞ്ഞു. ഖബറിൻ്റെ അടുത്തിരുന്ന് നബി കരഞ്ഞു. നമുക്ക് ഇന്ന് വരെ കഴിഞ്ഞില്ല ഉണ്ടോ ഈ തർക്കം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഉള്ളിൽ തട്ടിയ ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. തൻ്റെ കൂട്ടുകാരൻ യാത്ര പോയപ്പോൾ ഖബറിൻ്റെ അടുത്തിരുന്ന് നബി കരഞ്ഞു. ഹത്ത ബല്ലസറ, ചുറ്റുമുള്ള മണ്ണ് നനഞ്ഞുപോയി. കരഞ്ഞിട്ടേ റസൂലുള്ളാഹിന്റെ കണ്ണീരിട്ടിട്ട് ചുറ്റുമുള്ള മണ്ണ് നനഞ്ഞുപോയി. സുമ്മക്കാല, പിന്നെ റസൂലുള്ള പറഞ്ഞു, യാ ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ, ലി മിസ്ലി ഹാദൽ യൗം ഫായിദു, ഇത്തരം ഒരു ദിവസം എനിക്ക് നിങ്ങൾക്കുണ്ട്, അതിനുവേണ്ടി തയ്യാറായിക്കോളി. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുവേണ്ടി തയ്യാറായിക്കോളി. വെറുതെ തർക്കമുണ്ടാക്കിയിട്ടേ നാളെയാണോ നോമ്പ്, ഇന്നാണോ നോമ്പ്, നാളെയാണോ പെരുന്നാൾ, ഇന്നാണോ പെരുന്നാൾ, തർക്കമുണ്ടാക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടി ചെയ്തോളി, നിങ്ങളെ നിയ്യത്തനുസരിച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രമാണബദ്ധമായി ചിന്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ദുൽഹിജ്ജ് 9. ഇതെന്നാണ് തർക്കം തുടങ്ങും അല്ലേ? നിങ്ങളൊക്കെ തർക്കിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്നാൽ തർക്കിക്കേണ്ടില്ലേ ഇനി, അൽഹംദുലില്ലാ, ആ ചിന്ത ഉണ്ടായാൽ മതി കേട്ടോ. നോക്കൂ, നിങ്ങൾ നന്മകൾ കുറഞ്ഞു പോയാലാണ് സഹാബത്തിനൊക്കെ സങ്കടം. എങ്ങനെ? നന്മകൾ ചെയ്യാത്ത ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുക. ഇപ്പം ഇന്നത്തെ ദിവസം നേരം വെളുത്തു, രാത്രിയായി, എന്ത് അമൽ ചെയ്തു എന്ന് ചോദിച്ചാൽ അതില്ലാണ്ടാകുമ്പോഴാണ് സഹാബത്തിന് സങ്കടം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തന്നെ പറയാണ്, മാ നദിംതു അലാ ഷൈഇൻ, ഞാൻ ഒരു കാര്യത്തിലും ഇന്ന് വരെ സങ്കടപ്പെട്ടിട്ടില്ല. സഹാബി പറയാം, ഞാൻ ഇന്ന് വരെ ഒരു കാര്യത്തിലും സങ്കടപ്പെട്ടിട്ടില്ല. നമുക്ക് സങ്കടപ്പെടാനേ നേരമുള്ളൂ അല്ലേ? സങ്കടം വെറും സങ്കട പറയാം. സഹാബി പറയാം, ഞാൻ ഇന്ന് വരെ സങ്കടപ്പെട്ടിട്ടില്ല. നദമി, എൻ്റെ സങ്കടം, അലാ യൗമിൻ, ഒരു ദിവസം ഉണ്ടാവുക. എന്താണ്? ഒറബത്ത് ശംസു, അതിൻ്റെ പകൽ കടന്നുപോയി. നക്കസഫി അജലി, അത് കടന്നു പോകുമ്പോൾ എനിക്ക് അല്ലാഹു നിശ്ചയിച്ച അവധി ചുരുങ്ങുകയും, വലം യസിദ് അമലി, എൻ്റെ സൽക്കർമ്മം കുറഞ്ഞാൽ ഞാൻ സങ്കടപ്പെടും. ദിവസം കടന്നുപോയി, സൽക്കർമ്മം കുറഞ്ഞു പോയാൽ എനിക്ക് സങ്കട. ഇന്ന് വരെ സങ്കടപ്പെട്ടു നമ്മളറിയുന്നുണ്ടോ? സൽക്കർമ്മം കുറഞ്ഞു പോയി, ദിവസം കൊണ്ട് കടന്നും പോയി. നമ്മൾ ദിവസം കടന്നുകൊണ്ടെന്നും അറിയില്ല. ചിലർ ഇന്ന് എന്താ ഡേറ്റ് എന്ന് ചോദിക്കുക. കാരണം ഓരോ ഓഫലത്തിലാണ്, അശ്രദ്ധയില അല്ലേ? ഇന്നേതാ ദിവസം, ഇന്നേതാ ഡേറ്റ് അറിയാത്തവരുണ്ട്. കാരണം ഇങ്ങനെ തിന്നുക, ഉറങ്ങുക, നല്ല സുഖം അല്ലേ? അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? സൽക്കർമ്മം മുഖേന സ്വർഗത്തിലേക്ക് അടുക്കാൻ നോക്കുക. അതിനുള്ള ദിവസങ്ങൾ അതൊക്കെ കേട്ടോ. നോമ്പ് നോറ്റുകൊണ്ടും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും തഹ്ലീലും തക്ബീറും ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് അടുക്കും. ആ സ്വർഗത്തിനെ പറ്റി റസൂൽ പറയാണ്, അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാഖി നൈലി, നമ്മളുടെ ശരീരത്തിൽ കാലിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ചെരുപ്പുണ്ടല്ലോ, അതിനേക്കാൾ അടുപ്പിച്ചിട്ടുണ്ട് അള്ളാഹ് നിങ്ങളുടെ സ്വർഗം നിങ്ങളിലേക്ക്. നിങ്ങളുടെ സ്വർഗം നിങ്ങളിലേക്ക് നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പിനേക്കാൾ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. ഒന്നാറു മിസ്ലതാലി, നരകവും അതുപോലെ കാലിനോട് ഒട്ടി നിൽക്കുന്നുണ്ട്. ഏതാടിൻ്റെ കാൽമല്? കാലിൻ്റെ ചെരുപ്പിനോട് ഒട്ടി നിൽക്കുകയാണ് സ്വർഗവും നരകവും. എന്തു വേണം? ചിന്തിക്കേണ്ടത് നമ്മളാണ് കേട്ടോ. അതാണ് ഖുർആൻ ചോദിച്ചത്, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈർ, നരകത്തിൽ ഇടപെടുന്നതാണോ ഉത്തമം, അമ്മൻ എഴുത്തി ആമിനൻ യൗമൽ ഖിയാമ, അതോ ഖിയാമത്ത് നാളിൽ നിർഭയരായി അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുന്നതാണോ നിങ്ങൾക്ക് ഉത്തമം? അത് ചോദിച്ചിട്ടല്ല പറയാ, യഅ്മലു മാ ശിഅ്തും, നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുന്നു, എന്നാലോ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്, കാണുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് വേണ്ട എന്താ? നരകത്തിൽ വലിച്ചിട്ടാണോ ഉത്തമം, അതോ നിർഭയരായി പരലോകത്ത് സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുന്നതാണോ? അതാണോ ഉത്തമം? ചോദ്യം നമ്മളോടാണ്, തീരുമാനിക്കേണ്ടത് നമ്മളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ചില സന്തോഷ വാർത്ത റസൂൽ അറിയിക്കുന്നുണ്ട്. അതെന്താ അറിയോ? നമ്മൾ ഏറാൻ കെട്ടി ഹജ്ജിന് പോയ അതേ ആളുകളുടെ പ്രതിഫലം ഇവിടെ ഇപ്പോൾ പൈസ ഇല്ലാത്തോല്, ആരോഗ്യമില്ലാത്തോല് അല്ലേ, സൗകര്യപ്പെടാത്തോല്, പല കാരണങ്ങളാൽ ഹജ്ജിന് പോകാൻ കഴിയാത്തവരൊക്കെ അല്ലേ, അവർക്കും ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊന്ന് നല്ലോണം നിയ്യത്ത് വെച്ച് ഒന്ന് ഒരുങ്ങിയാൽ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ടാവും. റസൂലുള്ള പറയാണ്, മൻ ഖറജ മിൻ ബൈത്തിഹി മുതത്തഹിറൻ ഇല സലാത്ത് ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം,
ഇഹ്റാം കെട്ടി ഹജ്ജിന് പോയ ഒരാളുടെ അതേ കൂലി ആർക്ക് കിട്ടും? മൻ ഖറജ മിൻ ബൈത്തിഹി മുതത്തഹിറൻ. ഉളു ഉണ്ടാക്കിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നു നിസ്കരിക്കാനേ ഇലസലാം. ഉളു ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നാൽ മാത്രം മതി. ഫ അജ്റുഹു, അവൻ്റെ പ്രതിഫലം കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാം കെട്ടി ഹജ്ജിന് പോയവൻ്റെ പ്രതിഫലം ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി നിങ്ങളൊക്കെ വിചാരിക്കേണ്ടത് ഞാൻ ഇനിയിപ്പോൾ അത് ചെയ്താൽ പോരെ, ഹജ്ജിന് പോകണ്ടല്ലോ അല്ലേ? അത് ഇബ്ലീസിൻ്റെതാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തിൽ അൽ ഹജ്ജു മറ, ഒരു പ്രാവശ്യം ഹജ്ജ് ജീവിതത്തിൽ ചെയ്യൽ ഫർളാണ് കൈവുള്ളവർക്ക് അല്ലേ? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്താ ഇലൈഹി സബീല, വഴി മാർഗം ശരിയായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അതാണ് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്താ ഇലൈഹി സബീല. സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞിട്ടില്ലേ? അപ്പം സൂറത്ത് ഹജ്ജിലുണ്ട് ഇതേ വിഷയം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് ഒരു പ്രാവശ്യം, പിന്നെയോ ബഅദഹ തത്തവ്, ശേഷം ഞാനേ ഹജ്ജിന് പോകേണ്ടത് സുന്നത്താവൂ. ഒരു ഹജ്ജ് ഫർളാണ് ഇവിടെ. ഈ ഹജ്ജിൻ്റെ പ്രതിഫലം ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളവർ പോകണം, സൗകര്യമില്ലാത്തവരോ കൃത്യമായിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് ഒലുണ്ടാക്കി വീട്ടിൽ നിന്ന് വന്നാൽ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാം കെട്ടി ഹജ്ജിന് പോയ ആളുടെ പ്രതിഫലം ഉണ്ടാവും. 5 നേരം ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ ഒരു ആരോഗ്യവുമില്ല, എന്നിട്ടും അള്ളാന്റെ മാർഗത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. ഒലുണ്ടാക്കി വീട്ടിൽ നിന്ന് വന്നു. ഇവിടുന്ന് ഒലുണ്ടാക്കുകയല്ല, അതിനൊക്കെ തയ്യാറെടുപ്പ് വേണം. ഇവിടുന്ന് ഒലുണ്ടാക്കുന്ന തയ്യാറെടുപ്പ് വേണ്ടല്ലോ. പുരേന്ന് ഒലുണ്ടാക്കിയൊക്കെ വരുമ്പോഴേ അതിനൊരു തയ്യാറെടുപ്പുണ്ടാവും. അതൊരു വല്ലാത്തൊരു വരവാണ് അല്ലേ? അപ്പം നമ്മളെന്താ പറയുക അറിയോ? നമുക്ക് ഇനി പുരേ പോകാൻ പറ്റും 5 വക്ത്, അത് തന്നെയാണ് ഹജ്ജിൻ്റെ കൂലിയും കിട്ടൂല. നിങ്ങൾ 5 വക്ത് പുരേ പോകാൻ പറ്റൂല. നമ്മൾ പീടിയെ കുത്തിരിക്കുമ്പോൾ നമ്മൾ കച്ചവടമൊക്കെ ഒഴിവാക്കി ഒന്നുണ്ടാക്കാൻ പുരേ പോകണം. നിങ്ങൾ വേറെ പണി കൊടുക്കില്ലല്ലോ, 5 ദിവസം മുടക്കൂല്ലല്ലോ. അള്ളാൻ്റെ ഒന്ന് കൂലി വാങ്ങാനാണ് പറയുന്നത് ഉണ്ടോ? അനുഗ്രഹീതമായ അവസരം. ഇനിയോ മറ്റൊരവസരം കൂടി കേട്ടോളൂ. ഹജ്ജിൻ്റെ പ്രതിഫലേ, ഹജ്ജിന് തരാൻ അള്ളാഹു തയ്യാറാണ്. എന്ത്? ഹജ്ജിൻ്റെ കൂലി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അള്ളാൻ്റെ ചോദ്യം. നമുക്ക് നോക്കാം. റസൂലുള്ള പറയാണ്, മൻ സല്ലൽ ഖദാത്ത്, ആരെങ്കിലും സുബൈ നമസ്കരിച്ചു ഫി ജമാഅത്തായിട്ട്, സുമ്മ കാത യദ്കുറുള്ള, പിന്നെ അവൻ അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ട് പള്ളിയിലിരുന്നു. ഒരു ബടായും വിടാണ്ട്, ഒരു വർത്താനം വിടാണ്ട്, ഒരു സംസാരമില്ലാതെ അള്ളാഹുവിന് ദിക്ർ ചെയ്തുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും സുബൈക്ക് ശേഷം പള്ളിയിൽ കഴിച്ചു കൂട്ടി. ഹത്താത്തത്തിനു ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ, സുബൈക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ പള്ളിയിൽ കഴിച്ചു കൂട്ടി. സുമ്മ സല്ലാ റക്കായത്തേക്ക്, പിന്നെ 2 റക്കായത്ത് ലുഹാൻസ്കരിച്ചു. 2 റക്കായത്ത് ലുഹാൻസ്കരിച്ചു. ഖാന അജ്റുഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവൻ്റെ പ്രതിഫലം ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമായി. ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയാ. എന്തിന്? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കരയെ പറഞ്ഞു കേട്ടോ. അതും റസൂലുള്ള പറയാ, ഹജ്ജിന്റെ കൂലി ആണെന്ന് പറയണ്ടേ, താമത്തിൻ 3 പ്രാവശ്യം. പൂർണ്ണമാണിട്ടോ പ്രതിഫലം, പൂർണ്ണമാണിട്ടോ, ഒരു കുറവും വരൂല. ഹജ്ജിന്റെ എന്താ പ്രതിഫലം? ഹജ്ജിന്റെ പ്രതിഫലം എന്താ? ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗം അല്ലാണ്ട് പ്രതിഫലമില്ല. അപ്പം നമ്മൾ സുബൈ നമസ്കാരത്തിന് ശേഷം ഇവിടെ പള്ളിയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ട് ദിക്റിലും ഇസ്തിഗ്ഫാറിലും ഹംദും തഹ്ലീലും തക്ബീറും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞു പോയ ഇന്നലകളിലെ പാപങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അതിനൊക്കെ കുറച്ച് പണിയുണ്ട്. കാരണം എന്താ, സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഒരിക്കലും സുബൈ നിസ്കരിച്ച് സലാം പോയിട്ടിന് മുമ്പ് തന്നെ പുറത്തെത്തണമല്ലോ. എന്തിന്? മൊബൈൽ നോക്കാൻ. മെസ്സേജ് വന്നോ? ആ കച്ചവടം ശരിയായോ? ഈ കച്ചവടം ശരിയായോ? ഇന്നാരോ വിളിച്ചോ? അല്ലേ? ഓനക്ക് ഇവിടുന്ന് ഹജ്ജിൻ്റെ കൂലി ഉണ്ടാകുക. അപ്പം ഇവിടെ ഇരിക്കുക, ഒരു ചിന്തയില്ല. റബ്ബാണ്, പരലോകാണ് കേട്ടോ ഓൻ്റെ മനസ്സിൽ മുഴുവൻ. അങ്ങനെയുള്ള ആൾക്കാണ് ഈ പ്രതിഫലം ഉണ്ടാകുക കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് 2ാമത്തെ അവസരം ഇനിയുണ്ട്. റസൂലുള്ള പറയുന്നു, അതെന്താ അറിയോ? ഇതാ കേട്ടോളൂ. റസൂലുള്ള പറയാം, ഹജ്ജിൻ്റെ പ്രതിഫലം ഇപ്പം 2 നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മളെന്താ പറഞ്ഞത്? ഒന്ന് വീട്ടിൽ നിന്ന് ഒലുണ്ടാക്കി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നു അല്ലേ? അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന ആൾക്ക് എന്തുണ്ട്? അയാൾക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. എന്നാൽ ഹജ്ജിൻ്റെ ഉംറയുടെയും പ്രതിഫലമുണ്ട്. എന്തിനാ പറഞ്ഞത്? ജമാഅത്തായി നിസ്കരിച്ചു, എന്നിട്ട് പള്ളി കഴിച്ചു കൂട്ടി ഇതുവരെ സൂര്യ ഉദിക്കുന്നതുവരെ. എന്നിട്ട് അദ്ദേഹം അള്ളാഹിനോട് ദുആ ചെയ്തോ കഴിച്ചു കൂട്ടിയതിനു ശേഷം 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചു. അറിയാലോ, 9-ന്റെയും 11-ന്റെയും ഇടയിലുള്ള ആ ലുഹാ സമയം പൂർവാന്ന സമയം എന്നതിൻ്റെ അർത്ഥം അല്ലേ?
അപ്പോൾ ആ സമയത്ത് അയാൾ എന്ത് ചെയ്തു? നിസ്കരിച്ചു. അങ്ങനെ ചെയ്താൽ അയാൾക്ക് എന്തിനെ കൂലി എന്താ? കാന അജ്റുഹു കാജിരി ഹജ്ജത്തൻ വ ഉംറത്തൻ, ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം അദ്ദേഹത്തിനുണ്ടായി. അതും താമത്തിൻ 3 വട്ടം റസൂലുള്ള പറഞ്ഞു. ഇനി അടുത്തതോ, ഇപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ ഖുർആൻ പഠിക്കാൻ പള്ളിയിലേക്ക് രാവിലെ പോകണമല്ലേ? രാവിലെ വൈകുന്നേരമൊക്കെ ഖുർആൻ പഠിക്കാൻ പോകണില്ലേ? ഹജ്ജിന് പോവാന്നാ കൂലി. ഏത് പറയാ റസൂലുള്ള? നോക്കുള്ളൂ, മൻ ഗദാഇലൽ മസ്ജിദ്, ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ, നന്മ പഠിക്കുക എന്നല്ലാത്ത വേറൊരു ഉദ്ദേശമില്ലാണ്ട്, വേറൊരു ഉദ്ദേശമില്ല. ഞാനൊരു ഖുർആൻ പഠിക്കുന്ന ആളാണെന്ന് വരുത്താനല്ല, എൻ്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാവണം, എനിക്ക് ആ നന്മ പഠിക്കണം, അല്ലെന്താ ഖുർആനിൽ പറഞ്ഞ്, അല്ലെന്താ എന്നോട് സംസാരിച്ചത് എനിക്ക് പഠിക്കണം എന്നുള്ള നിലക്ക് പോയി. ഔ യഅലംഹു, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പോയി. ഇത് രണ്ട് ചെയ്താലും കാൻ ലഹു കാജിരി ഹാജിൻ താമൻ ഹജ്ജത്തു, പരിപൂർണമായ ഹജ്ജിൻ്റെ പ്രതിഫലം അയാൾക്കും കിട്ടും. ഉണ്ട്. ഇപ്പം ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല, പൈസ ഇല്ല, നമുക്കൊന്നും 5 പൈസ ഇല്ലല്ലോ, നമുക്ക് ആരോഗ്യമില്ലല്ലോ, ആരോഗ്യമുള്ള കാലത്ത് പൈസ ഇല്ലല്ലോ, ആരോഗ്യം പോയപ്പോഴാണല്ലോ പൈസ വന്ന്, അങ്ങനെ പറഞ്ഞല്ലേ അല്ലേ? 3 വന്നപ്പം ആരോഗ്യമില്ല, ആരോഗ്യമുള്ള പൈസ ഉള്ള സമയത്ത് പൈസ വന്നപ്പോൾ ആരോഗ്യമില്ല, ആരോഗ്യമുള്ള സമയത്തോ പൈസയില്ല അല്ലേ? പിന്നെ അത് മാത്രമല്ല, ആരോഗ്യമുള്ള സമയത്ത് ഹിദായത്തും ഇല്ല. അതുകൊണ്ട് ഹജ്ജിന് പോകണം എന്നുള്ള തോന്നൽ പോലും ഉണ്ടായില്ല. ഹജ്ജ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യം പോയപ്പോഴാണ് ഹജ്ജിന് പോകണം എന്നൊക്കെ തോന്നിയത്. അതിനൊക്കെ തടസ്സം വന്നു. അതല്ല അല്ല പറഞ്ഞു മനിസ്തത്താ ഇലൈഹി സബീല, അത് പറഞ്ഞില്ലേ? ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് അല്ല പറഞ്ഞ വാക്കെന്താ അറിയോ? മനിസ്തത്താ ഇലൈഹി സബീല, അതിലേക്ക് വഴിയൊരുങ്ങിയവർക്ക് മാത്രം ഉണ്ടാവും. എന്താണ് ആ വഴി? ഒന്ന് സിഹത്ത്, ഒന്ന് മാല്, മറ്റൊന്ന് നമ്മളുടെ കാനൂനുൽ ബലദ്, രാജ്യത്തിൻ്റെ നിയമം അല്ലേ? രാജ്യത്തിൻ്റെ നിയമം അനുവദിക്കണ്ടേ? ആരോഗ്യം വേണം, സമ്പത്ത് വേണം, രാജ്യത്തിൻ്റെ നിയമം അനുവദിക്കണം. അത് അവിടുത്തെ നിയമം അനുവദിക്കണ്ടേ? അവിടെ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വല്ലാണ്ടായാൽ അവർക്ക് ഇതാക്കാൻ കഴിയില്ല അല്ലേ? നമ്മളെ മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ നിയമങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ അപേക്ഷിച്ചാൽ ഹജ്ജിൻ്റെ കോട്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കെന്ന് പറഞ്ഞു ഇല്ല, അത് അവിടുത്തെ നിയമമാണ്. എന്താട്ടെ, നമുക്ക് അല്ലാണ്ട് തന്നെ ഒരുപാട് അവസരം കിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹിന്റെ സഹാബത്തെ വല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. അവർ ഇവിടുന്ന് ഹജ്ജിന് പോയ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ടാവും, പക്ഷേ സഹാബത്ത് ഹജ്ജിന് പോകാത്ത ആളുകൾ 2 ഹറമിലും ഉണ്ടാവും അവരുടെ മനസ്സ്, 2 ഹറമിലും. ഇപ്പം നമ്മൾ മൊബൈലിലേക്ക് വരികയാണല്ലോ അല്ലേ? അവർ ചെയ്യുന്ന തെൽബിയത്തും അവരുടെ കൊണ്ടുപോകുന്ന ഹദിയ ബലിമൃഗങ്ങളും അല്ലേ നമ്മളെ മൊബൈലിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മളെ മനസ്സടത്തുന്നില്ല, നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് നോക്കുമ്പോൾ മാറ്റും. കാരണം എന്താ? അത് നമുക്ക് വേണ്ട. നമുക്കെന്താ വേണ്ടിയത്? നമുക്ക് വേണ്ടി തമിഴ് പാട്ട്, അല്ലെ ഹിന്ദി പാട്ട് അല്ലേ, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് വേണമെന്നല്ലാണ്ട് നമുക്ക് തെൽബിയത്തൊന്നും കേൾക്കണ്ട. കേൾക്കുമ്പോഴേക്ക് ചെയ്ത്താന് കുന്തിരിക്കാൻ പോയി സാഹചര്യം, ഒരു വല്ലാത്ത അവസ്ഥ അല്ലേ? അതെല്ലാവർക്കും ഇല്ല കേട്ടോ. ഈമാൻ കുറഞ്ഞവർക്ക്, ഈമാനുള്ള ആളുകൾക്ക് ഖുർആന് അല്ലെങ്കിൽ ഒരു ഉപദേശം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ പടച്ചോനെ ആ ഒരു ഹജ്ജിൻ്റെ കൂലിയൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടി നല്ല നീയത്തോടു കൂടി ഞാൻ ഇനി സുബൈ നമസ്കാരത്തിനെത്തും. സുബൈക്ക് ശേഷം ഞാൻ 2 റക്അത്ത് ളുഹ നമസ്കരിക്കും. അതുപോലെ ഞാൻ ഖുർആൻ പഠിക്കാൻ പള്ളിയിലേക്ക് പോകും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ പോകും. അങ്ങനെയൊക്കെ ഹജ്ജിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും കേട്ടോ. പാവപ്പെട്ടവളായ കുറേ സഹാബികൾ നബിയോട് ഒരിക്കൽ വേണ്ടി പറഞ്ഞു, നമ്മളാരും ചിന്തിക്കുക പോലുമില്ല. സഹാബത്ത് ചിന്തകൾ പോണ്ട് വളരെ പാവപ്പെട്ട ആളുകൾ, ഒരു കഴിവുമില്ലാത്ത ഒന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ദഹബ അഹ്ലു ദുസൂരി മിനൽ അംവാൽ ബിദ്ദറജാത്തിൽ ഉല, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സമ്പത്തുള്ള ആൾക്കാർ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളെല്ലാം കൊണ്ടുപോയി. ഓല പരാതിയാണ്. പൈസക്കാർ ഇപ്പം നിങ്ങൾക്കുണ്ടാവുള്ളിൽ, നിങ്ങളെ നാട്ടിൽ പൈസ ഉള്ളവർ ഓല ഹജ്ജിന് പോണ് അല്ലേ, ഓല് സദഖ കൊടുക്കണ്, ഓല് ഉംറക്ക് പോണ്. അപ്പം നമുക്കിതിന് പോകാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പരാതിയില്ല. നമുക്ക് ആകെ പരാതിയുള്ള ഓല് ഉപയോഗിക്കുന്ന കാറിൻ്റെ മുകളിലാണ്. ഓല കാറ് ഓടിയാണ്, നിൻ്റെത് ഓമ്നിയാണ് എന്നുണ്ടല്ലേ, അതേ നമ്മൾ പരാതിയുള്ളൂ. പിന്നെ ഓല കല്യാണം ഇന്ന ഹോളിലാണ്, നമ്മളെ കല്യാണം പള്ളിയിലാണ്, അതിലൊക്കെയുള്ള സങ്കടമാണ്. അല്ലാണ്ട് അവർ സ്വർഗം കൊണ്ടുപോയി നിങ്ങൾക്കൊരു ദുഃഖമില്ല ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉണ്ടോ എന്നുള്ളത് നിങ്ങളത് ചിന്തിച്ച് നോക്കി. അപ്പോൾ റസൂലുള്ളാഹിനോട്
അവർ പറയാ വൻ നഈമിൽ മുഖീം, ശാശ്വതമായ സ്വർഗവും അവർ നേടിയെടുത്തു സമ്പത്ത് കൊണ്ട്. എന്നിട്ട് ആ സഹാബികൾ റസൂലുള്ളാഹിയോട് പറയാ പരാതി, യുസല്ലൂന കമാൻ ഉസല്ലി, നമ്മൾ നമസ്കരിക്കുന്ന പോലെ തന്നെ ഓൾ നിസ്കരിച്ച്, ഓ യസൂമൂന കമാൻ യസൂം, നമ്മൾ നോമ്പ് പോറ്റേ പോലെ തന്നെ ഓൾ നോമ്പ് പോറ്റ്. അതൊക്കെ ശരിയല്ലേ? പിന്നെ വലഹും ഫൗലും മിനൽ അംവാൽ, ഓർക്ക് സാമ്പത്തിക സൗകര്യമുണ്ട്, അതുകൊണ്ട് യഹുജൂന ബിഹ, അവർ ഹജ്ജിന് പോവും, വ യഅ്തമിറൂൻ, അവർ ഉംറക്ക് പോവും, ഉണ്ടോ, വ യുജാഹിദൂന, അവർ ധർമ്മസമരം ചെയ്യും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും, വ യതസദ്ദഖൂൻ, അവർ ധർമ്മം ചെയ്യും. ഇതൊന്നും നമ്മക്കില്ലല്ലോ റസൂലേ. ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, ഉംറക്ക് പോകാൻ പൈസ ഇല്ല, സദഖ കൊടുക്കാൻ പൈസ ഇല്ല, ഇത് കൂലിയൊക്കെ ഓല് കൊണ്ടുപോയി. ഇപ്പം റസൂലുള്ളാഹി അവരോട് പറയാം, തുസബ്ബിഹൂൻ വ തുകബ്ബിറൂൻ വ തഹമ്മദൂൻ ഖൽഫ കുല്ല സലാത്തിൻ സലാസം വ സലാസൂൻ. പാവപ്പെട്ട ആളുകളെ വിളിച്ച് റസൂല പറയാം, പാവപ്പെട്ട സഹാബികളോട്, നിങ്ങൾ എന്ത് ചെയ്യണം? തുസബ്ബിഹൂൻ, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക, തുകബ്ബിറൂൻ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക, വ തഹമ്മദൂൻ, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക, ഖൽഫ കുല്ല സലാത്തിൻ, എല്ലാ നമസ്കാര ശേഷവും, സലാസം വ സലാസൂൻ, 33 വട്ടം. അത് ഒരു ജലിക്കോട്ടെ, നിങ്ങൾ ജലിക്കോട്ടെ, നിങ്ങൾക്ക് ഹജ്ജിൻ്റെ കൂലി ഉണ്ടാവും. അങ്ങനെയുണ്ട്. നമുക്കതിന് സലാം വീട്ടിന് നേരില്ലല്ലോ. സലാം വീട്ടിൻ്റെ മുമ്പ് തന്നെ ഫോണിങ്ങനെ റിങ് ചെയ്യും. അതൊക്കെ എന്തായാലും പറയാ, ഇങ്ങനെ കിറുകിറുന്നാണ്, സൈലൻ്റോ, ഓ വൈബ്രേഷൻ. എനിക്ക് ഇൽമ തരാനും ആളുണ്ട് കേട്ടോ. അപ്പോൾ വൈബ്രേഷനിലാണ്. അപ്പോൾ മൂപ്പർക്ക് അറിയാം, നിസ്കരിക്കാൻ കൈയ്യട്ടിയ ആൾ ചിലപ്പോൾ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ചിലവർ കീശ കൈയിട്ട് ഇങ്ങനെ കളിക്കും അല്ലേ. അല്ലാണ്ട് ഞമ്മക്കിതൊന്നും നമ്മളെ സംബന്ധിച്ചോളം എങ്ങനെയൊക്കെ നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെടുത്താൻ കഴിയും, എല്ലാ സൗകര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ നേടാൻ കഴിയും, അതിനുള്ളൊരു സൗകര്യമില്ല. ഇത്തരം ഉപദേശങ്ങളല്ലാണ്ട് വേറൊരു വഴിയില്ല. ഉണ്ടോ? നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ ചിന്തിക്കാണ്ടക്കരുത്. നമ്മൾ ചിന്തിക്കുക, നമ്മൾക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ഇതുകൊണ്ടൊക്കെ കിട്ടുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് 100% ശരിയായി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ദിനങ്ങളിൽ, അറഫ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുന്ന ദിവസത്തിൽ, കഴിഞ്ഞുപോയ ഇന്നലകളിലെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ തിന്മകളും കുറ്റങ്ങളും അള്ളാഹു മാപ്പ് നൽകും. ആ മാപ്പ് നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ ഈ അറഫ ദിവസത്തിലെ നോമ്പ് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നമ്മെയും ആ പാപമുക്തരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ അമലുസാലിയാത്തുകൾ കൊണ്ട് നമ്മളുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ഖൈറും അനുഗ്രഹവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ തഖ്വയോടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിച്ചു മരിക്കാൻ തയ്യാറാകുകയും ഒരുങ്ങുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളുടെ മുഖവുരയിൽ ഓതി കേൾപ്പിച്ചത്. ആ പ്രാർത്ഥന നമുക്കൊന്ന് കേട്ടുനോക്കാം എന്താണെന്ന്. ആ പ്രാർത്ഥനയുടെ ഫലവും ഒന്ന് നമുക്കറിയാം എന്താണെന്ന്. ഖുർആൻ പറയാണ്, വഇദ് ഖാല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. റബ്ബി ജൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവെ ഈ മക്ക എന്ന് പറയുന്ന രാജ്യത്തെ നിർഭയ രാജ്യമാക്കി മാറ്റണം. ലോകത്ത് ഒരു സ്ഥലവുമില്ല, ഈ ലോകത്തൊരു രാജ്യവുമില്ല ഇങ്ങനെ നിർഭയമായ. ഉണ്ടോ? അവിടൊക്കെ ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താലേ വിവരം അറിയും അല്ലേ. അവിടെ പ്രവേശിച്ചാൽ തന്നെ എന്താണ്? കാന ആമിന ഒമൻ ദഖലഹു കാന ആമിന. ആ രാജ്യത്ത് പ്രവേശിച്ചാൽ തന്നെ മതി. മനസ്സിലായി? നിങ്ങൾ നോക്കേണ്ടി രാത്രി 2 മണിക്കോ 3 മണിക്കോ ഇവിടുന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ അവിടെയൊക്കെ ചെന്നിറങ്ങുന്ന ടൈം അപ്പോഴാണ്. ഒരു പ്രയാസമില്ല, ആരും പോക്കറ്റടിക്കാനോ കൊള്ളടിക്കാനോ ആരും വരില്ല. എന്താ കാരണം? ഇബ്രാഹിം നബി 4000 വർഷം മുമ്പ് നേർന്നതാ. എന്ത്? റബ്ബി ജൽ ഹാദാ ബലദൻ ആമിന. ഇനിയോ ഉർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. വല്ലാത്ത പ്രാർത്ഥന അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താ കാരണം?
ഒരു തുള്ളി വെള്ളമില്ലാത്ത, ഒരു പുല്ലുപോലും നാളിതുവരെ മുളച്ചിട്ടില്ലാത്ത മരുഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത്, ഉർസുഖ് അഹ്ലഹു മിന സമറാത്ത്. പഠിച്ചോനെ, ഈ മക്ക രാജ്യത്തുള്ള ജനങ്ങൾക്ക് നീ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കണം. ആരെയും ചേർക്കോ? നമ്മളിപ്പോൾ ചിലരൊക്കെ മുമ്പ് സ്ഥലമൊക്കെ വാങ്ങും, സ്ഥലം വാങ്ങിയാൽ എന്തിനാട്ടത് വാങ്ങി വയ്ക്കും അല്ലേ? പക്ഷെ ഓനക്ക് കുറേ ഐഡിയ ഉണ്ടാവും. ഓന് പല സ്ഥലത്തും പോയി കണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കാടും പർവ്വതങ്ങളും കുന്നും മേടും ഒക്കെ തച്ച് തകർത്താൽ കൃഷിയൊക്കെ ചെയ്ത് സമ്പന്നനാകാൻ ഓനക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയി കാണുമ്പോൾ ഈ ഇത്രയും ഉയരത്തുള്ള ഈ സ്ഥലത്ത് അങ്ങ് വെള്ളം കിട്ടുമോ? ഓൻ വെള്ളം കണ്ടിട്ടുണ്ടാവും. ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമേ മക്ക രാജ്യം ഇന്ന് കാണുന്ന മാതിരിയല്ലല്ലോ. ഇന്നിപ്പോൾ എന്താ നിങ്ങൾ പറയുന്നത്? എന്താ അവിടുത്തെ നാഗരികത അല്ലേ? എന്താ അവിടുത്തെ സംസ്കാരം? എന്താ അവിടുത്തെ വിദ്യാഭ്യാസം? അവിടുത്തെ യോഗ്യതകൾ എന്താ? 5 പൈസൻ്റെ അവസ്ഥ ഇല്ലാത്ത സമയത്താണ് പറയുന്നത്. എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇല്ലാത്ത എത്ര ഫ്രൂട്ട്സ് അവിടെ ഉള്ളത്. ഉർസുഖ് അഹ്ലഹു മിന സമറാത്ത് അല്ലേ? ആരെയും പ്രാർത്ഥിക്കുക അങ്ങനെ? അതാണ് ഈമാൻ. ഇത് അള്ളാഹ്ക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. ഈ തീ തുപ്പുന്ന മരുഭൂമിയിൽ ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ നൽകാൻ റബ്ബിന് കഴിയും. നോക്കൂ, നിങ്ങളിപ്പം അജുവ കാരക്ക എന്ന് പറഞ്ഞ കൊണ്ടിട്ടില്ലേ അല്ലേ? ഓരോരുത്തർ അത് അജുവ എടുത്ത് മുന്തിയ കാരക്ക അത് എവിടെ ഉണ്ടായതാ? ആലോചിച്ച് നോക്കിയാൽ തായിഫ് എന്ന സ്ഥലത്ത് എന്തെല്ലാം ഉള്ളത് അല്ലേ? ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഉർസുഖ് അഹ്ലഹു മിന സമറാത്ത്. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു എന്താ അറിയോ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അത് നീ കൊടുക്കേണ്ടത് അള്ളാഹുലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക് കൊടുത്താൽ മതിയാണ്. ഏത് സൗകര്യങ്ങൾ? ഭൗതിക സൗകര്യങ്ങളെ. അപ്പം അല്ല പറയാ കാല വമൻ കഫർ. ഇല്ല, കാഫറിനും കൊടുക്കും. ഇപ്പം നിങ്ങൾ നോക്കി എത്ര കാഫർ അവിടെ ഉള്ളത്, എത്ര കച്ചവടക്കാർ, എന്താ സമ്പന്നന്മാർ. മുസ്ലിങ്ങളെക്കാൾ വലിയ സമ്പന്നന്മാർ പാടില്ലേ? അത് സൗദി പോയവർക്ക് അറിയാൻ കഴിയും അല്ലേ? അല്ല പറഞ്ഞതാ. ഇതെങ്ങാനും ഇവിടെ പറഞ്ഞില്ലല്ലോ. സമ്പന്നന്മാർ മുഴുവൻ കാഫറുകൾ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയല്ലോ, അള്ളാഹുവേ ഞാൻ ചോദിച്ചത് ഈമാനുള്ള പരലോകത്തിൽ വിശ്വാസമുള്ള അള്ളാഹുവെ നിന്നിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർക്ക് ഈ സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. അള്ളാഹ് പറയാം വമൻ കഫർ, ഞാൻ കാഫറിനും കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കിട്ടുണ്ട്, ഞാൻ കേൾക്കണ്ടേ. ഫ ഉമത്യുഹു കലീല. കാഫറിനെ ഞാൻ സൂയിപ്പിക്കും കുറച്ചു കാലം. കിട്ടിയില്ലേ? ഇപ്പം ഇവിടെ ഉണ്ടാവും കാഫർ, സൗകര്യം കിട്ടിയാലും ഇല്ലേ? ഒരുപാട് കാഫറുകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നത് ആയിഷക്കോ അബൂബക്കറിനോ അബ്ദുൽ ലത്തീഫ് ജനിച്ചാൽ മുസ്ലിമാവൊന്നുമില്ല. മുസ്ലിമായി ജീവിച്ചെങ്കിലേ മുസ്ലിമാവുള്ളൂ. നമ്മളൊക്കെ കാനേഷുമാരി മുസ്ലിങ്ങളാണ്. ഏതോ ഉമ്മക്കും ബാപ്പക്കും മുസ്ലിം പേരിട്ടുണ്ടാവും. ഇപ്പം നമ്മളെപ്പോഴത്തെ കുട്ടികൾക്ക് അതുമില്ല അല്ലേ? ഇപ്പം അട ഉടി എന്നൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫാത്തിമ വെക്കല, ഫാത്തിമ ഉട. ആയിഷ നദ, നദ കൊത. എന്നിട്ടോ ഭാര്യ പെറ്റ് കഴിഞ്ഞാൽ പഠിച്ചോനെ എത്ര ബുക്കാ വാങ്ങുന്നവരുകൾ. വാങ്ങിയ ബുക്കിന് കണക്കുണ്ടല്ലോ, പേരുള്ള ബുക്കേ. ഈ ജാതി ആൾക്കാരെയൊക്കെ മുസ്ലിം എന്നാ പറയുക. എന്നിട്ട് നമ്മളെപ്പോലുള്ളവരെ കാണുമ്പോൾ മൗലവി ഒരാളിപ്പോൾ ഒരടുത്തിനോട് ചോദിച്ചാൽ ഒരു വാക്കിൻ്റെ അർത്ഥം, ഞാൻ പറഞ്ഞു കുഴഞ്ഞത് എന്നാണ്. കുഴഞ്ഞത് ഓർക്ക് കൊടുത്തോ കിട്ടിയതാ? കുഴഞ്ഞത് വേറെ അർത്ഥം ഉണ്ടോ ചോദിച്ചു. വേറെ അർത്ഥം അറബിയില്ല, ഉറുദുവിലുണ്ടാവുന്ന. അധിക പേര് ഉറുദുവിലാണ് വരിക അല്ലേ? അറബിയിലുള്ള പേര് അള്ളാൻ്റെ റസൂലിൻ്റെ പേരൊന്നും പോരാ. മുമ്പൊക്കെ ഫാത്തിമ, ആയിഷ, ഖദീജ ഒക്കെ നല്ല പേരായിരുന്നു. ഇപ്പം അതൊന്നും ഇടൂല അല്ലേ? റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അഹ്സിനു അസ്മാക്കും, നല്ല പേരിടണം കുട്ടിയൊക്കെയാണ്. നല്ല പേരെന്താ? അടാ ഉടീന്ന അല്ല. ആൺകുട്ടികളാണെങ്കിൽ അബുദ് ചേർത്തിട്ട് അല്ലേ? അബ്ദുൽ മജീദ്, അബ്ദുൽ സമദ്, അബ്ദുൽ റഹ്മാൻ അങ്ങനെയൊക്കെ അല്ല ഇടുക? ഇടൂല. അതൊക്കെ പഴയ പേരാ അത്. എന്നിട്ടോ ഒരുത്തിട്ട് കയാം, കയ്യൂം എന്നുള്ളതാണ് കയാം എന്നാക്കിയത്. ഓനൊക്കെ ആ പേര് കഴിഞ്ഞ് കോളേജിൽ ചെന്നാണ്ടല്ലോ ഓനൊരു കയത്തിലെത്തും. അവൻ്റെ പേര് പോലെ തന്നെ കയത്തിലാവുക. നേരെ മറിച്ച് നോക്കികൾ മുഹമ്മദ് കുട്ടി ഇട്ടാൽ തന്നെ മമ്മൂട്ടി ആക്കണമല്ലോ അവിടെ ഉള്ളവർ അല്ലേ? മമ്മൂട്ടി എന്നാ വാപ്പിടുക, വിളിച്ച് വിളിച്ച് മമ്മൂട്ടിയാക്കും. ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ അള്ള പറഞ്ഞ വാക്കേ കാഫറിന് ഞാൻ കൊടുക്കും. മക്ക രാജ്യത്തുള്ള സൗകര്യം കാഫറിന് കൊടുക്കും. എങ്ങനെ? ഫൗമത്യുഹു കലീല, കുറച്ചു കാലം അവനെയും ഞാൻ സൂചിപ്പിക്കും. സുമ്മ അലുത്തറുഹു ഇലാ അദാബിന്നാർ, പിന്നെ നരകത്തിലേക്ക് വലിച്ചേച്ച് തള്ളും. ആരെ? ഈ സൂയിച്ചാനെ. അപ്പം അതുകൊണ്ട്
കഴിഞ്ഞുപോയ ഇന്നലകളിലെല്ലാം ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നഷ്ടപ്പെട്ട സമയമെല്ലാം ഉപയോഗപ്പെടുത്തുക. ഈ പരിശുദ്ധ നാളുകളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അങ്ങനെ ഈ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം വരെ നമ്മൾ പ്രത്യേകം അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടും ഇനി അവിടുന്ന് ശേഷമുള്ള നാളുകളിൽ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ പള്ളിയിലേക്ക് സുബഹിക്കെത്തി ഒരു നിയ്യത്തോടു കൂടി ഞാൻ മരിക്കുന്നതുവരെ ളുഹാ നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കും എന്നൊക്കെ ചിന്തയിലേക്ക് വരണം. അങ്ങനെ നല്ല ചിന്തയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് വഫാത്താകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹലായ ഫضലുകൊണ്ട് നമുക്കെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തി നൽകി സമാധാനം നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈമാനോടുകൂടി വിട പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين.